ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കിടിലൻ ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രീം ഇലവനിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോസ് ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു കിടിലൻ സേഫ് കോൺടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾറെഡി റിസ്ക് കോൺടെസ്റ്റിന്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് സേഫ് ആയിട്ടുള്ള കോൺടെസ്റ്റിനെ പറ്റിയാട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രീം ഇലവനിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. IPL ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഓപ്പോണന്റ് ആയിട്ട് വരുന്നത് കൂടുതലും ഈ നോർത്തിത്തെ ആൾക്കാരായിരിക്കും, അത് ഹിന്ദിക്കാരായിരിക്കും. സോ അവരെ പറ്റി പറയുന്ന സമയത്ത് അവരൊരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കോമ്പിനേഷനിലാണ് അവർ ടീം ഇറക്കുന്നത്. സോ നമുക്ക് കുറച്ചുകൂടെ റിസ്ക് ആയിരിക്കും, നമുക്ക് വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ ഈ ഒരു ഡ്രീം ഇലവൻ ആപ്ലിക്കേഷനിലൊക്കെ. സോ അതിനൊക്കെ ഒരു പ്രതിഫലമായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ വിഷൻ ഇലവൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കണം. കാരണം കോമ്പറ്റീഷൻ ലെവൽ വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 രൂപ ക്യാഷ് ബോണസ് ആയി കിട്ടും. ആ പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ കളിക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബാക്ക് ടു നമ്മുടെ വീഡിയോയിലോട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഡ്രീം ഇലവനിൽ നിങ്ങൾ ഒരുപാട് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ IPL കളിക്കാതിരിക്കുക. ഈ മൂന്നെണ്ണം ഏതെങ്കിലും ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ടീം ജസ്റ്റ് ഒരു ടീമല്ല, അതായത് നിങ്ങൾ ഏത് കോൺടെസ്റ്റ് കളിച്ചാലാണ് കുറച്ചുകൂടെ വിന്നിങ് പോസിബിലിറ്റീസ് ഉള്ളതെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ 36 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 50 രൂപ കിട്ടും. അതായത് വെറും 14 രൂപ അവിടെ ലാഭം ഉള്ളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിന്നാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ ഇതുവരെ നിങ്ങൾ ഈ ഒരു കോൺടെസ്റ്റ് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കോൺടെസ്റ്റ് കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 60 രൂപയാണ്. അതായത് 60 രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. അതായത് ഏകദേശം ഒരു 60 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് 40 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടും. കറണ്ട് പോയി കറണ്ട് വന്നാണ്, ഞാൻ നിർത്തില്ല, കറണ്ട് പോയാലൊന്നും ഞാൻ നിർത്തത്തില്ല. അപ്പോൾ 40 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വേറൊരു കോൺടെസ്റ്റ് കൂടെ ഉണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നിങ്ങൾക്ക് ഇത്തിരി കൂടെ പൈസ നിങ്ങൾക്ക് ഇടാം, നിങ്ങളെ കുറച്ച് എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വേറൊരു സേഫ് കോൺടെസ്റ്റ് ആട്ടോ ഞാൻ കാണിച്ചിരുന്നത്. ഇത് എന്തുവാ ഈ ഫിൽറ്റർ ഓൺ ആവാത്ത? അതൊന്ന് ഓക്കെ, സിംഗിൾ എൻട്രി ഇത് കണ്ടില്ലേ, 119 രൂപ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നാൽ 200 രൂപ കിട്ടും. ഇതും നിങ്ങൾക്ക് പറ്റിയൊരു സേഫ് കോൺടെസ്റ്റ് ആണ്. ഇതിൽ 10 പേരെ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഇന്ന് നാളെയാണ് മത്സരം നടക്കുന്നത്. ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്നിങ് പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. സോ ഡ്രീം ഇലവനിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യാം. അറിയാണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വിന്നിങ് പോസിബിലിറ്റീസ് കൂടുതലല്ലേ. അപ്പോൾ അതാണ് കുറച്ച് മുന്നേ ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ പ്ലേയേഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നിട്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചിലപ്പോഴൊക്കെ ആ ട്രിക്കൊക്കെ വർക്ക് ആവത്തുള്ളൂ. ഞാനതുകൊണ്ട് അത് ഉറപ്പ് തരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 590 രൂപയുടെ കോൺടെസ്റ്റ് കളിക്കാം. അതിൽ ആദ്യത്തെ 5 പേർക്ക് 1000 രൂപയാണ് കേട്ടോ. ഏകദേശം 410 രൂപ പ്രോഫിറ്റ് മാത്രം കിട്ടും നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ 60 രൂപ 6 ഇടുക. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ലാഭം തന്നെയല്ലേ. അതും ഒരു വെറൈറ്റിയാണ്. അത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ പ്രോഫിറ്റ് കൂടുതൽ കിട്ടണം മറ്റേ 590. അപ്പോൾ റിസ്ക്കും കുറച്ച് കമ്മിയായി കിട്ടും. ഈ എല്ലാ കോൺടെസ്റ്റും നോക്കണം, ഒരെണ്ണം തോറ്റു കഴിഞ്ഞാൽ ശോകമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഈ കോൺടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? 36, 60 രൂപ, 119 രൂപ, 590 രൂപ. ഈ 4 കോൺടെസ്റ്റാണ് ഉള്ളതിൽ വെച്ച് കുറച്ച് സേഫ് ആയിട്ട് 50% വിന്നിങ് പോസിബിലിറ്റീസ് ഉള്ളത്. സോ നിങ്ങൾക്ക് ലോസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ കോൺടെസ്റ്റ് ഒക്കെ കളിച്ച് കുറച്ചൊരു ലെവലാക്കി കൊണ്ടുവന്നിട്ട് ഒരു പീക്കിലോട്ട് പോകുക. അതായത് പിന്നെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിന്നിങ് പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ലോസ് വരുമ്പോൾ ഇത് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അത് നിങ്ങൾക്ക് ആ ഒരു മാച്ച് നന്നായി കളിക്കും. ഇന്നത്തെ മാച്ച് എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ട്രിക്ക് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.